കുറേ കാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് കഴിഞ്ഞ ആഴ്ച നിറവേറിയത്. അപ്പോൾ ആ ആഗ്രഹത്തിനെ കുറിച്ചാണ് ഈ വീഡിയോൻ്റെ ആദ്യ ഭാഗം. പിന്നെ രണ്ടാമത്തെ ഭാഗം എൻ്റെ സാധാരണ രീതിയിലുള്ള റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുള്ള ഫുഡ് അടി തന്നെ. എന്നാൽ പിന്നെ മെല്ലെ തുടങ്ങാമല്ലേ. ദാ ഈ വരുന്നയാളാണ് സനിയാട്ടൻ. പാറപ്പുറത്താണ് മൂപ്പരെ വീട്. പെരളശ്ശേരിയിലെ സ്പൈസി റെസ്റ്റോറൻറ്റിൻ്റെ മുതലാളിയാണ്. അപ്പം ഞാനും സനിയാട്ടനും ആരിഫിക്കും കെ വി ബ്രോയും കൂടെ രാവിലെ ഒരു 8 മണിക്ക് കോഴിക്കോട് പോകണമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിലും നമ്മൾ പോയത് ഒരു 11:45. അപ്പം സനിയാട്ടിന് ഫിലിം ഫീൽഡിൽ കുറച്ച് കണക്ഷൻസ് എല്ലാം ഉണ്ട്. മൂപ്പര് ആസിഫ് അലീനെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം കൂട്ടിയിട്ട് അങ്ങോട്ട് പോയതാ കോഴിക്കോടേക്ക്. എല്ലാവരെയും ലക്ഷ്യം ആസിഫ് അലീനെ ഒന്ന് കാണുക, കൂടെ വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കുക, അതെല്ലാമാണ്. എൻ്റെ ലക്ഷ്യം അതന്നെയായിരുന്നു. ഞാനും കണ്ടിന്യൂ വർത്താനം പറഞ്ഞ് ഷെയ്ക്കാൻ്റെ എല്ലാം കൊടുത്തിട്ട്. പക്ഷേ എനിക്ക് അതിനേക്കാളും മേലെ ഒരാഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അത് ഞാൻ സനിയാട്ടിനോട് എന്നെ കൂട്ടിയിട്ട് പോകുമ്പേ പറഞ്ഞു, നിങ്ങൾക്ക് ആസിഫ് അലീനെല്ലാം പരിചയം ഉണ്ടെങ്കിൽ ആ ഷൂട്ടിങ്ങിൽ വിളമ്പുന്ന ഫുഡ് ഒന്ന് കിട്ടാൻ വകുപ്പുണ്ടോയെന്ന് മൂപ്പരാക്കി തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു പ്രൊഡക്ഷൻ ഫുഡ് കഴിച്ചു. അതായത് ഫിലിം ഷൂട്ടിങ്ങിൽ കൊടുക്കുന്ന ലഞ്ച് കഴിച്ചു. പ്രൊഡക്ഷൻ ഫുഡിനെ പറ്റി ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അത് ഇത്രയും വിഭവസമൃദ്ധമാണ് എന്ന് അറിഞ്ഞിരുന്നില്ല. ആരും പറഞ്ഞില്ല. ചോറുണ്ട്, പിന്നെ ചപ്പാത്തി ഉണ്ട്, മീൻ മുളകിട്ടുണ്ട്, വലിയ മീൻ പൊരിച്ചയുണ്ട്, ബീഫുണ്ട്, ചിക്കനുണ്ട്, ബീട്രൂട്ട് വറവുണ്ട്, ചമ്മന്തി ഉണ്ട്, നാരങ്ങാച്ചാറുണ്ട്, പയറിൻ്റെ ഒരു ഓലനുണ്ട്. അങ്ങനെ ഐറ്റംസ് ഒരുപാടുണ്ട്. പപ്പടം ഉണ്ടായിരുന്നു, പക്ഷേ പപ്പടം കിട്ടിയിട്ടില്ല. നമ്മളിങ്ങനെ നൈസായിട്ട് കൈയെല്ലാം കഴുകിയിട്ട് ആരെങ്കിലും കെയർ ഓഫ് പോയിട്ട് ആ ടേബിളിൽ ഇരുന്നാൽ മാത്രം മതി. അവർ വിളമ്പി തരും ഫുഡ്. എന്നിട്ട് ആ വിളമ്പിയ പാത്രം ഉണ്ടല്ലോ, അത് നമ്മളെ മുമ്പ് തന്നെ അവിടെ വെച്ചിട്ട് പോവുകയും ചെയ്യും. അതായത് നമുക്ക് എന്ത് ഐറ്റം വേണ്ടിക്കലും എത്ര തവണ വേണ്ടിക്ക് കൊടുക്കാം കേട്ടോ. ആരും ഒന്നും ചോദിക്കുകയും പറയുകയോ ഒന്നുമില്ല. ഫുഡെല്ലാം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ചോറും കറിയും മീൻ പൊരിച്ചും മീൻ മുളകിട്ടിയും ചിക്കനും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ബീഫായിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത് താരം. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അത്. 2 റൗണ്ട് ചോറും ബീഫും ആ മീൻ പൊരിച്ചെല്ലാം നല്ലോണം കഴിച്ചിട്ട് അവസാനം ഒരു ഗ്ലാസ് ഗോതമ്പ് പായസവും കുടിച്ച്. ഇത് ജീത്തു ജോസഫ് ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ്. ആസിഫ് അലിയും അപർണ ബാലമുരളിയാണ് കേട്ടോ അതിൻ്റെ അകത്ത് മെയിൻ. മിറാജ് എന്നാണ് ഈ പടത്തിൻ്റെ പേര്. അപ്പോൾ ആടുന്ന് കുറച്ച് നേരം തിരിഞ്ഞ് കളിച്ച് എന്നിട്ട് വൈകുന്നേരമോ കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്തുള്ള ഓജിൻ ബേക്സ് എന്ന് പറഞ്ഞൊരു കടയിൽ കയറിയിട്ട് അവിടുന്ന് ഒരു വിത്തൗട്ട് ചായയും കുടിച്ച് പിന്നെ ഒരു ഏലാഞ്ചിയും കഴിച്ചിട്ട് കോഴിക്കോട് തന്നെ ഏറ്റവും നല്ല ചിക്കൻ ഷവായ, അതായത് മസാല ചിക്കൻ ഷവായ കിട്ടുന്ന ഒരു സ്പോട്ടിലേക്ക് അങ്ങോട്ട് പോയേ. ഇപ്പം സമയം ഏകദേശം ഒരു 6:45 ആയിട്ടുണ്ടാവും. 6:45, 7 മണി ആയിട്ടുണ്ടാവും. ഈടെയാണ് പോലും കോഴിക്കോട് ഏറ്റവും നല്ല മസാല ഷവായ കിട്ടുമെന്നാണ് ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ട് ചോദിച്ചു തരുമോ എന്നോട് കുറേ ആളുകൾ പറഞ്ഞത്. ഇവരെ വേറെ ഒരു ഔട്ട്ലെറ്റിൽ ഞാൻ പോയിട്ടുണ്ട് കോഴിക്കോട് തന്നെയുള്ള, പക്ഷേ ഇവിടെ ആദ്യമായിട്ടാണ്. അങ്ങനെ ഇപ്രാവശ്യം ഇവിടെ വന്നിട്ട് ഒരു ഫുൾ മസാല ഷവായ ഓർഡർ ചെയ്ത് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ മന്തി റൈസും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്രാവശ്യം നിങ്ങൾ ആരും എന്നോട് ചോദിക്കാൻ നിൽക്കണ്ടേ, എൻ്റെ അപ്പം ഇത് മൊത്തം നിങ്ങൾ ഒറ്റക്കാ കഴിച്ച്, നിങ്ങൾ അലാക്കിൻ്റെ കുടലാണ്, നിങ്ങൾ വേഗം ചത്തുപോകും, അങ്ങനത്തെ വർത്താനൊന്നും പറയാൻ നിൽക്കണ്ട. ഇപ്രാവശ്യം എൻ്റെ കൂടെ 3 ആളുകൾ വേറെയുണ്ട്. അപ്പോൾ ഒരു ഫുൾ മന്തി റൈസ് പറഞ്ഞ്, ഒരു ഫുൾ ചിക്കൻ ഷവായ പറഞ്ഞ്, അതെല്ലാം എടുത്ത് വെക്കുമ്പോഴത്തേക്കും തൊട്ടപ്പുറത്തൊരു കടയിൽ പോയിട്ട് ചായ കുടിച്ച് പിന്നെയും തിരിച്ചിങ്ങോട്ട് വന്ന്. പിന്നെ 2 റുമാലി റൊട്ടിയും 4 കുബൂസും ഉണ്ട് അതിൻ്റെ കൂടെ. ഒരു ഷവായ സദ്യ വിളമ്പുന്ന രീതിയിലാണ് ഇവിടെ ഷവായ സെർവ് ചെയ്യുക കേട്ടോ. കുറേ ഐറ്റംസ് ഉണ്ടാവും പ്ലേറ്റിൽ. മീൻ ചട്നി, മയോണീസ്, ഹമ്മൂസ്, ഹലുവ, പിന്നെ 2 മധുരമുള്ള എന്തോ ഒരു ജാം പോലത്തെ ഒരു സാധനമുണ്ട്. അതെന്നാ സാധനം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പം ഞാൻ ചെസ് പീസ് ഷവായിനെ നോക്കിയിട്ട് എടുത്തിനെ. ആരിഫിക്കും ചെസ് പീസ് തന്നെ എടുത്ത. കെ വി ബ്രോവും സനിയാട്ടിനും ലെഗ് പീസ് എടുത്ത. അവർ പിന്നെ എപ്പം വർക്കൗട്ടെല്ലാം ചെയ്യുന്നുണ്ട്. ദൈവം സഹായിച്ചിട്ട് അവർക്ക് യൂറിക് ആസിഡിൻ്റെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് പിന്നെ ചെറുതായിട്ട് അത് ഉള്ള കാര്യങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഈ ചെസ് പീസ് മസാല ഷവായ ഉണ്ടല്ലോ, എന്തൊരു സോഫ്റ്റാണെന്നറിയാം. ഇതിങ്ങനെ തൊടുമ്പം തന്നെ ഇങ്ങനെ ഇളകി ഇളകി വരുന്ന. അത് മയോണീസിൽ മുക്കിയിട്ട് കഴിച്ച് മുക്കാണ്ട് കഴിച്ച് എന്തൊരു ടേസ്റ്റാണെന്നറിയാം. അതിന് ശേഷം ആ ചോപ്പ് ജാമിൽ മുക്കിയിട്ട് കഴിച്ച് നോക്കിനെ, അന്നേരം ടേസ്റ്റ് ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു ജാം തൊട്ട് കൂട്ടാനില്ലേ, അത് മുക്കി തിന്നാനില്ല എല്ലാം. പിന്നെ ഒരു 3 കയ്യിൽ മന്തി റൈസ് ലേശം കോരിയിട്ട് എൻ്റെ മുന്നിലെ മഞ്ഞ പ്ലേറ്റിൽ അവിടെ വിളമ്പിയിട്ട് ചെറിയൊരു കഷ്ണം ഷവായിൻ്റെ ചിക്കൻ പീസ് ഉണ്ടല്ലോ, അത് അതിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് കുഴച്ചിട്ട് കഴിച്ച് നോക്കിയേ. മന്തി റൈസിൻ്റെ ഫ്ലേവർ കൊള്ളാട്ടെ. അതാ ഈ ചിക്കൻ്റെ സോഫ്റ്റ്നെസ് നിങ്ങൾ ഒന്നും കൂടെ നോക്കിയാട്ടെ. കണ്ടാ ചിക്കൻ ഷവായ നമ്മളെ നാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ട് കിട്ടാൻ. പക്ഷേ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഷവായ ഒന്നും കണ്ണൂരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടാ. ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഏതായാലും കഴിച്ചില്ല. അപ്പോൾ ആ ചെസ് പീസ് മുഴുവൻ കഴിച്ചതിന് ശേഷം ഞാനൊരു ക്വാർട്ടർ ലെഗ് പീസും കൂടി ഓർഡർ ചെയ്തത്. ആ ലെഗ് പീസിൻ്റെ ഫ്ലേവർ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. മസാലയിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതിൻ്റെ മേലെ. ഇനി അത് പോരെങ്കിൽ ചോദിച്ചാൽ എക്സ്ട്രയും തരും. ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ആ ലെഗ് പീസ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചിക്കനെല്ലാം കഴിച്ചിട്ട് കുറച്ച് ചൂടായതല്ലേ, ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പൈനാപ്പിൾ ജ്യൂസും കുടിച്ചാൽ. അവർ പെപ്സി കുടിച്ചിന്. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കോഴിക്കോട് ബീച്ചിൽ കുറ്റിച്ചിറ ബിരിയാണി സെൻറ്ററിലില്ലേ, അതിൻ്റെ തൊട്ടടുത്തുള്ള കാലിക്കറ്റ് കെഫ്റ്റീരിയ ആണ്. അവിടുന്ന് ചിക്കൻ ഷവായെല്ലാം കഴിച്ചിറങ്ങി കുറച്ച് നേരം കോഴിക്കോട് ബീച്ചിലൂടെ ഒന്ന് തെണ്ടി നടന്ന ശേഷം നമ്മൾ കോഴിക്കോട് നിന്ന് കുറച്ച് ദൂരേക്ക് വിട്ട് കേട്ടോ.
അരീക്കോട് സൈഡിലേക്കാണ് വിട്ടത്. ഈ സ്പോട്ടിലേക്ക് എന്തായാലും പോയേ പറ്റൂ എന്നെല്ലാം സജസ്റ്റ് ചെയ്തത് ആരിഫ്ക്കാ. നേരത്തെ കണ്ടിട്ടില്ലേ തൊപ്പിയെല്ലാം ഇട്ടിട്ടില്ല മൂപ്പര്. മൂപ്പരാണ് ഇങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ കോഴിക്കോട് നിന്നൊരു 1 മണിക്കൂർ കൊണ്ട് ഈടെയെത്തി. ഇവിടെ ഒരേ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ. അതാണ് ഈ മജ്ബൂസ്. പക്ഷേ ആ മജ്ബൂസ് 3 രീതിയിലുണ്ട്. ചിക്കൻ മജ്ബൂസ് ഉണ്ട്, ബീഫ് മജ്ബൂസ് ഉണ്ട്, പിന്നെ മട്ടൺ മജ്ബൂസ് ഉണ്ട്. മട്ടൺ ഇപ്പം വളരെ കുറച്ചേ ഉണ്ടാവും പോലും. ഉച്ചയ്ക്ക് ശേഷം ഏകദേശം ഒരു 3:30, 4 മണിയെല്ലാം ആകുമ്പോൾ പോലും ഈ പീടിക തുറക്കുക. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുള്ളത് രാത്രി ഒരു 9:30, 9:45 ആ ഒരു സമയത്താണ്. തോക്കിൻ്റെ ആകൃതിയിലുള്ള ഈ ലൈറ്റർ എന്നെ വല്ലാതങ്ങ് ഹഠാത് ആകർഷിച്ച്. എന്നിട്ട് ഞാനാണ് അക്കുറുക്ക് ഗ്യാസെല്ലാം കത്തിച്ചു കൊടുത്തത്. അതിനെ കൊണ്ട് കത്തിക്കാന്ന് പറഞ്ഞിട്ട്. അടിപൊളി സാധനം കേട്ടോ ഇത്. ഈ കുക്കർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു യഥാർത്ഥ മജ്ബൂസ് ഉണ്ടാക്കാൻ പറ്റൂ എന്നാണ് ഈ ഷോപ്പിൻ്റെ മുതലാളി എന്നോട് പറഞ്ഞത്. അതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് അറിയില്ല കേട്ടോ. ഇവിടെ കുറേ കുക്കറുണ്ട്. അത് അവരങ്ങന്ന് മൂപ്പര് പുറത്തെ ഏതോ ഷെഫേനു, കുവൈത്തില സൗദിയിലാണ് മറ്റും ഉണ്ടായത്. അപ്പോൾ ആടുന്ന് വരുമ്പോൾ കുറേ കുക്കറിലായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇതിനു മുൻപ് ആകെ ഒരു ഒറ്റ തവണ മാത്രമേ മജ്ബൂസ് കഴിച്ചിട്ടുള്ളൂ. അതൊരു ഓത്തൻറ്റിക് മജ്ബൂസ് ഒന്നും ആയിരുന്നില്ല, ഒരാൾ ഉണ്ടാക്കി തന്നതാ. അതുകൊണ്ട് തന്നെ മജ്ബൂസിൻ്റെ എക്സാക്റ്റ് ടേസ്റ്റ് എന്നാണെന്നൊന്നും, ഫ്ലേവർ എന്നാണെന്നൊന്നും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെക്സ്ചർ എന്നാണെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയുന്നില്ല. പക്ഷെ എന്നാലും ഇത് കഴിച്ച് നോക്കിയിട്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് ഒരു ഫുൾ ചിക്കൻ മജ്ബൂസ് നമ്മൾ ഓർഡർ ചെയ്തു. ഒരു ഫുൾ കോഴി ഉണ്ടാവും കേട്ടോ അതിൻ്റെ അകത്ത്. അത് 4 പീസാക്കിയിട്ടാണ് ഉണ്ടാവുക. 550 ഉറുപ്പ്യാണ് ഇവിടുത്തെ ഒരു ഫുൾ ചിക്കൻ മജ്ബൂസിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഒരു ബീഫ് മജ്ബൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ വരുമ്പോഴത്തേക്കും ബീഫ് ഓൾമോസ്റ്റ് കഴിഞ്ഞിനി. പിന്നെ ബാക്കിയുള്ളത് കുറച്ച് മൂപ്പര് തന്നെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചിക്കൻ മജ്ബൂസ് തന്നെ കഴിച്ച് നോക്കാം. ഇത് ഇപ്പം ഫ്രഷ് ആയിട്ട് ആ കുക്കറിൽ നിന്ന് തുറന്നെടുത്തതാണല്ലോ. അപ്പോൾ ആ വലിയ തളിക പോലത്തെ പ്ലേറ്റിലുണ്ടായിരുന്ന 2 പീസ് ചിക്കനും പിന്നെ കുറച്ച് മജ്ബൂസ് റൈസും എൻ്റെ ഈ വള്ള പ്ലേറ്റിലേക്ക് ഇട്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു സ്ഥിരം രീതിയിൽ ലേശോ ആ മജ്ബൂസ് റൈസ് മാത്രം കുഴച്ചിട്ടൊന്ന് കഴിച്ച് നോക്കിയേ. ഇനി ഒരു ചെറിയ കഷ്ണം ചിക്കൻ പതുക്കെ ഇങ്ങോട്ട് ഇളക്കിയെടുക്കട്ടെ. നല്ല ചൂടുണ്ടേ ഇത്. കഷ്ടപ്പെടാതെ ഒന്നും നടക്കൂലല്ലോ ജീവിതത്തിൽ, അല്ലേ? അതങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് കൈയെല്ലാം പൊള്ളിച്ചുകൊണ്ട് ആ മജ്ബൂസ് റൈസിൻ്റെ ഇടയിൽ ചെറിയൊരു കഷ്ണം ചിക്കൻ വെച്ചിട്ട് കഴിച്ചു നോക്കിയേ. മൂപ്പര് ഒരു ചെറിയ ഡയറ്റിലായതുകൊണ്ട് രാത്രി റൈസ് ആയിട്ടൊന്നും കഴിച്ചില്ല. പകരം ഒരു ഗ്ലാസ് പെപ്സി മാത്രം കുടിച്ചിട്ട് അതിൽ ഒതുക്കി. ഈ ചിക്കൻ്റെ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇളകി വീഴുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് തൊട്ടാൽ മാത്രം മതി. ചിക്കൻ ഇങ്ങനെ 2 കഷ്ണാവും. ഇങ്ങനത്തെ ചിക്കനൊന്നും എന്താ അപ്പോൾ നമ്മളെ കണ്ണൂരൊന്നും വരാതെ. കോഴിക്കോട് ഏടുന്ന ഷവായിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എല്ലാം കഴിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ചിക്കൻ. നമ്മളെ കണ്ണൂർ ഭയങ്കര ഉറപ്പും. ഈ ചിക്കൻ മജ്ബൂസ് ഒരു 3-4 വായ കഴിച്ച് നോക്കിയ ശേഷം പിന്നെ ഈ ബീഫ് മജ്ബൂസ് ഒന്ന് കഴിച്ച് നോക്കട്ടെ. അല്ലെങ്കിൽ ഇതാടെ വെച്ചിട്ട് ഭയങ്കര ഡ്രൈ ആവും. ബീഫും അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിരുന്നേ. ഈ ബീഫ് കഴിയാനായിടത്തുനിന്ന് സെർവ് ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല, കുറച്ചൊരു ഡ്രൈ ടെക്സ്ചർ ആയിരുന്നു. പക്ഷേ ഈ ചിക്കൻ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഇനി മജ്ബൂസ് റൈസ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എടുത്തു പറയാൻ മാത്രമുള്ളൊരു ഫ്ലേവറുള്ള പോലെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ റൈസ് അത്യാവശ്യം കുറച്ചൊരു സോഫ്റ്റായിരുന്നു. അത് മാത്രമേ പറയാനുള്ളൂ. ഫ്ലേവർ എനിക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല. സനിയാട്ടൻ എന്നിട്ട് അവസാനം സന്തോഷത്തോടു കൂടി ബില്ലെല്ലാം പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് മലപ്പുറം അരീക്കോടുള്ള അറേബ്യൻ മദ്ഹൂത്താണ്. ഗൂഗിൾ മാപ്പിലൊക്കെ വളരെ വ്യക്തമായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലൊക്കേഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് അരീക്കോട് തന്നെ ഒരു ഫുട്ബോൾ മത്സരം നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അതും കണ്ടിട്ട് നമ്മൾ നേരെ തിരിച്ച് വന്നു. അപ്പോൾ ശരി.